ഞങ്ങള് വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. ഇവിടെ ഈ ആലുവയില് നേരത്തെ ഉണങ്ങി പിടിച്ച എന്റെ കുഞ്ഞുനാളില് ഇവിടെ അവിടുത്തെ മണപ്പുറം കണ്ടിട്ടുണ്ടോ? അവിടുത്തെ മണപ്പുറം കണ്ടിട്ടുണ്ടോ? ആ ശിവക്ഷേത്രത്തിന്റെ മണപ്പുറം, മണലിട്ടേക്കുന്ന മണൽപ്പുറം അതുപോലെ കിടന്ന ഭാഗമാണ് ഈ 1.25 കിലോമീറ്റർ നീളത്തിൽ. അതുപോലെ തന്നെ മണല് അരണ്യം പോലെ കിടന്ന സ്ഥലമാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തതയില്ല, ഞാൻ ചെറുപ്പമായുണ്ട്. അപ്പൊ ചിന്നൻചേട്ടൻ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ആലുവയിലെ പരിസ്ഥിതി പ്രവർത്തകനും കൂടിയാണ് ചിന്നൻചേട്ടൻ. പിന്നെ പാലിയേറ്റീവ് കെയർ, അതിന്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പറഞ്ഞു തരും. സുപ്രഭാതം. ആലുവയുടെ ഒരു വൈവിധ്യമാർന്ന തലത്തില് ഇങ്ങനെ കൂടിച്ചേരുന്ന ഈ വേദിയെ വല്ലാതെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മൾ വി ആർ സോ കോഷ്യസ് അബൌട്ട് അവർ ചിൽഡ്രൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളുടെ ഭാവിയെയും അവരുടെ ആരോഗ്യപരമായ നിലനിൽപ്പിനെയും കാക്കുന്ന മാതാപിതാക്കള് വളരെ ശ്രദ്ധയോടെ എല്ലാ ദിവസവും നിരന്തരമായി മുടങ്ങാതെ ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ആലുവയുടെ ഒരു വലിയ അഭിമാനമാണ്. സജിയെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു, ഒപ്പം നിങ്ങളെ ഓരോരുത്തരെയും. കാരണം മാതാപിതാക്കളാണല്ലോ ഇപ്പോ. നമുക്കൊക്കെ പണ്ട് ഞാനൊക്കെ 70-74 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെ ഒരു സാധ്യതയോ ഇങ്ങനെ ഒരു സാഹചര്യമോ നമുക്ക് ലഭിച്ചിരുന്നില്ല. ഒറ്റയ്ക്കോ നടന്നിരുന്ന ചില സംഭവങ്ങൾ മാത്രമാണ്. പക്ഷെ സജിയുടെ ഈ രംഗത്തേക്കുള്ള വരവ് നമുക്ക് വല്ലാത്ത ഒരു പ്രചോദനം നമ്മളറിയാതെ നമ്മുടെ മനസ്സിന് നൽകുകയുണ്ടായി. കുട്ടികളടക്കം ഈ മാതാപിതാക്കൾ ഇവിടെ വന്നിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഒരു പ്രത്യേക ദിനമാണ്. ഞാൻ ഈ ദിവസം സജിയുടെ അടുത്ത് വരണം എന്ന് ആഗ്രഹിക്കാൻ കാരണം ഇന്ന് ഭൂമി ദിനമാണ്, ഏപ്രിൽ 22. 66 കാലഘട്ടത്തിൽ ഞാനൊക്കെ SSLC പഠിക്കുന്ന സമയത്ത് കൈകൊണ്ട് വെള്ളം മുത്തി കുടിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനൊക്കെ താമസിക്കുന്നത് പുഴയുടെ തീരത്താണ്. അപ്പോ പഠിക്കുന്ന സമയത്ത് ദാഹിക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടാനല്ല ഞങ്ങൾ ശ്രമിക്കാറ്. ഈ പെരിയാറിലെ ഒഴുകുന്ന ജലത്തില് പോയിട്ട് മുത്തി വെള്ളം കുടിക്കുകയാണ്. അങ്ങനെയാണ്. അതൊക്കെ ഇന്ന് ഓർമ്മകൾ മാത്രമാണ്. നമുക്കിന്ന് കാല് വെക്കാൻ കഴിയാൻ പറ്റുന്ന രീതിയിലല്ല ഈ ജലത്തിന്റെ അവസ്ഥ. ഇതൊരു സ്റ്റാഗ്നന്റ് വാട്ടറാണ്, ഒഴുക്കിനുള്ള ഒരു നദിയല്ല ഇന്ന് പെരിയാർ. അതിന്റെയൊക്കെ സാധ്യത വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജലം തിരിച്ചു കൊടുക്കുന്നത് പെരിയാറിലേക്കല്ല. അങ്ങനെയാണ് ഈ നദിയുടെ ശോഷണം ആരംഭിച്ചത്. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. ഈ വനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ സജി സൂചിപ്പിച്ചു, ഇവിടെ 3 ഭാഗങ്ങളായിട്ട് വനങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ വനം നമ്മുടെ സാംസ്കാരിക സ്റ്റേജിനോട് ചേർന്നിട്ടുള്ള വനമാണ്. കുട്ടിവനമായിട്ട് ആദ്യം നമ്മൾ രൂപം കൊടുത്തത്. അത് നിര്യാതനായ പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ പ്രൊഫസർ സീതാരാമൻ സാറിന്റെ നേതൃത്വത്തില് പരിസ്ഥിതി സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തില് ആണ് ആദ്യത്തെ വനം പിടിപ്പിച്ചത്. വനം എന്നാൽ എന്താണ് എന്ന് നമ്മുടെ കുഞ്ഞുമക്കള് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ വനമാണ് റിസർവയർ ഓഫ് വാട്ടർ ഫോർ ഓൾ ദീസ് 44 റിവേഴ്സ്. 44 നദികൾക്കും ജലലഭ്യത നൽകുന്നത് കാടുകളാണ് സാധിച്ചത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വനം ഉപയോഗിക്കണം, നമ്മുടെ കുട്ടികളെ കാട്ടിക്കൊടുക്കണം. കുട്ടികൾക്ക് വനം എന്താണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഈ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ഭൂമി ശക്തിയുള്ളതാണെങ്കിൽ മാത്രമേ മനുഷ്യനെ ശക്തമായി നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതിന് ഈ നീന്തൽ പരിശീലനവും ഈ സജിയുടെ ഈ വലിയ ഉത്സാഹവും ഒക്കെ കാരണമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. നന്ദി ചിന്നൻചേട്ടാ, ഇത്രയും വിലയേറിയ അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തന്നതിന്. ഈ വനത്തെ കുറിച്ച് മനസ്സിലായില്ലേ? ഈ വനത്തിൽ നമ്മൾ നീന്തലൊന്നും പഠിക്കണ്ട, വെറുതെ വന്ന ഒരു അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കിട്ടും. ഓക്സിജൻ ഹബ്ബാണ് ഇത്. അപ്പൊ നീന്തൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് വന്ന് ഈ ഇതുപോലെയുള്ള വനപ്രദേശങ്ങളിലൊക്കെ വരുക.